ഹലോ വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പോൾ HSST സൈക്കോളജിന്റെ നോട്ടിഫിക്കേഷൻ കണ്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവരായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഇതിലുള്ള കോൺസെപ്റ്റ്സും കോണ്ടന്റ്സും പഠിക്കുന്നതോടൊപ്പം തന്നെ അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് PYQs, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഈ മുൻകാല ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ഓരോ ടോപ്പിക്സിൽ നിന്നും ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഉദ്ദേശിക്കുന്നത് മുന്നേ വന്നിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസും അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പ്ലനേഷൻസും കൂടിയാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അക്കോർഡിംഗ് ടു ഗിൽഫോർഡ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രൈമറി ഐഡന്റിഫൈങ് ഫീച്ചേഴ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റിന്റെ പ്രൈമറി ഐഡന്റിഫൈങ് ഫീച്ചർ ഏതാണ് അക്കോർഡിംഗ് ടു ഗിൽഫോർഡ്? നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് കൺവേർജന്റ് തിങ്കിങ് ഉണ്ട്, ഡൈവേർജന്റ് തിങ്കിങ് ഉണ്ട്, ഹ്യൂറിസ്റ്റിക് തിങ്കിങ് ഉണ്ട്, ആൻഡ് ട്രയൽ ആൻഡ് എറർ ഉണ്ട്. ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ? ഇത് ഏതായിരിക്കും ഡൈവേർജന്റ് തിങ്കിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കോമ്പണന്റ്? അതെ, ഡൈവേർജന്റ് തിങ്കിങ് ആണ്. ഓക്കെ, നമുക്കിനി എക്സ്പ്ലനേഷൻ നോക്കാം. ഇവിടെ ഗിൽഫോർഡ് പറയുന്നത് എന്താണ്? ക്രിയേറ്റിവിറ്റിന്റെ പ്രൈമറി ഐഡന്റിഫൈങ് ഫീച്ചർ എന്ന് പറയുന്നത് ഡൈവേർജന്റ് തിങ്കിങ് ആണ്. ക്രിയേറ്റിവിറ്റിയിൽ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ പുതിയ ഒറിജിനൽ ഐഡിയാസ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എക്സാക്ട്ലി നമുക്ക് ഡൈവേർജന്റ് തിങ്കിങ് തന്നെയാണ് നടക്കുന്നത്. ഡൈവേർജന്റ് തിങ്കിങ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? 4 കോമ്പണൻസ് ഉണ്ട്. ഈ 4 കോമ്പണൻസും ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് മുന്നേയും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഫ്ലുവൻസി. നമുക്ക് ഒരു പ്രോബ്ലത്തിന് വേണ്ടി അതിന്റെ സൊല്യൂഷൻ ആയിട്ട് മിനി ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ, ഒരുപാട് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ ഫ്ലുവൻസി എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഫ്ലെക്സിബിലിറ്റി ആണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കി കണ്ടുകൊണ്ട് ഒരു സൊല്യൂഷന് വെറൈറ്റി ഓഫ് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് യുണീക് തോട്ട്സ് ആണ്. നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് പുതിയ യുണീക്ക് ആയിട്ടുള്ള ഇതുവരെ ആരും ഉപയോഗിക്കാത്ത ഐഡിയാസ് നമ്മൾ കൊണ്ടുവരാം. അതിനാണ് നമ്മൾ ഒറിജിനാലിറ്റി എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് നമ്മൾക്ക് കിട്ടിയ ഐഡിയാസിനൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും കൂടെ, അതിനെയാണ് നമ്മൾ എലാബറേഷൻ എന്ന് പറയുന്നത്. ഈ 4 കോമ്പണൻസും കൂടെ കൂടിച്ചേർന്നതാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്തുകൊണ്ടാണ് മറ്റു ഓപ്ഷൻസ് റോങ് ആയതെന്നും കൂടെ നോക്കാം. നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അതിന്റെ റൈറ്റ് ആൻസർ മാത്രമല്ല, അതിൽ റോങ് ആയി വന്ന ഓപ്ഷൻസ് എന്താണ്, അതെന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നോക്കേണ്ടതുണ്ട് കേട്ടോ. ഇപ്പോൾ മറ്റു ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കൺവേർജന്റ് തിങ്കിങ് ആണ്. കൺവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഒരു പ്രോബ്ലത്തിന് ഒരു വൺ കറക്റ്റ് സൊല്യൂഷൻ, ഇതിനൊരു ഒറ്റ കറക്റ്റ് സൊല്യൂഷൻ എടുക്കുന്നതിനാണ് നമ്മൾ കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇത് ക്രിയേറ്റിവിറ്റിയെക്കാളും കൂടുതലായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത് നമ്മുടെ ഇന്റലിജൻസും ലോജിക്കൽ പ്രോബ്ലം സോൾവിങ്ങിലും ഒക്കെയാണ്. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഹ്യൂറിസ്റ്റിക്സ് ആണ്. ഹ്യൂറിസ്റ്റിക് തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെന്റൽ ഷോർട്ട് കട്ട്സിനെയാണ് നമ്മൾ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഓപ്ഷൻ ഉണ്ടായിരുന്നത് ട്രയൽ ആൻഡ് എറർ ആണ്. ടൈപ്പ് ഓഫ് ലേണിംഗ് മെത്തേഡ് ആണ്, ബേസിക് ലേണിംഗ് മെത്തേഡ് ആണ്. അതും ക്രിയേറ്റിവിറ്റിന്റെ ഒരു കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വന്നത് ഏതാണ്? ഡൈവേർജന്റ് തിങ്കിങ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും അതിന്റെ സൊല്യൂഷനും ബാക്കി ഓപ്ഷൻസും ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് when the food container was opened, dog begins to salivate. ഫുഡ് കണ്ടെയ്നർ തുറന്നപ്പോൾ ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. In this situation, the sound of the opening the metallic container is acting as what? ഇവിടെ ആ മെറ്റാലിക് കണ്ടെയ്നർ തുറന്നപ്പോൾ ഉണ്ടായ സൗണ്ട് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇത് ഏത് തിയറിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഡോഗും സലൈവേഷനും കണ്ടാൽ തന്നെ ഒബ്വിയസ് ആയിട്ടും ഒരു സൈക്കോളജി ഗ്രാജുവേറ്റിന് മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റി ബേസിലായിരുന്നു. സെക്കൻഡ് വൺ ലേണിംഗിന്റെ ബേസിലാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഏതാ വരിക? കണ്ടീഷൻ സ്റ്റിമുലസ് ആയിട്ടാണ് ഇവിടെ മെറ്റാലിക് കണ്ടെയ്നർ ആക്ട് ചെയ്യുന്നത് അല്ലെ? അതിന്റെ സൗണ്ട് നമുക്ക് നോക്കാം.
നമ്മുടെ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ പാവ്ലോസ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. ഇവിടെ ഫുഡ് ഒരു നാച്ചുറലി സലൈവേഷൻ ഉണ്ടാക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഫുഡിനെ നമ്മൾ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നാണ് പറയാ. നാച്ചുറലി അതിന് ഒരു റെസ്പോൺസ് എലിസിറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. സലൈവേഷൻ എന്താണ്? ആ ഫുഡിനോട് കാണിക്കുന്ന സലൈവേഷൻ നമ്മുടെ ഒരു അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. നാച്ചുറലി ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസിനെയാണ് നമ്മൾ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് കാരണം നമ്മൾ ഉണ്ടാക്കുന്ന റെസ്പോൺസിനെയാണ് നമ്മൾ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ നടന്നേ? നമ്മൾ മെറ്റാലിക് ഫുഡ് കണ്ടെയ്നർ ഓപ്പൺ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനൊരു സൗണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫുഡ് കണ്ടെയ്നർ തുറക്കുമ്പോൾ ഉണ്ടായ സൗണ്ട് ആദ്യം ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോ ഈ ഡോഗിന് അറിയില്ല ഈ സൗണ്ട് കേട്ടു കഴിഞ്ഞാൽ ഫുഡ് വരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ സലൈവേഷനും നടക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇവിടെ ഫുഡ് കണ്ടെയ്നർ ഓപ്പൺ ചെയ്തപ്പോൾ ഉണ്ടായ സൗണ്ട് ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ റിപ്പീറ്റഡ് പെയറിങ്സിന് ശേഷം നമ്മുടെ ഡോഗ് ഇവിടെ ഈ ഫുഡിന്റെ ടൈമിങ്ങും അതുപോലെ തന്നെ മെറ്റാലിക് ഫുഡ് കണ്ടെയ്നറിന്റെ സൗണ്ടും കൂടെ അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷമാണ് സൗണ്ട് മാത്രം കേട്ടാലും നമ്മുടെ ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു സ്റ്റേജില് നമ്മുടെ കണ്ടെയ്നർ ഓപ്പൺ ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടാവുന്ന ഈ ഒരു സ്റ്റേജിൽ ഇതൊരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് മാറുകയാണ്. നാച്ചുറലി സലൈവേഷൻ എലിസിറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സ്റ്റിമുലസ് ആണല്ലേ ഏത് ഫുഡ് കണ്ടെയ്നറിന്റെ സൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ അത് റിപ്പീറ്റഡ് പെയറിങ്ങിന് ശേഷം അതിനൊരു റെസ്പോൺസ് എലിസിറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊരു ന്യൂട്രൽ സ്റ്റിമുലസിൽ നിന്ന് മാറി അതൊരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് എന്തൊക്കെയാണ് മറ്റ് ഓപ്ഷൻസ് എന്ന് നോക്കാം. നാച്ചുറൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ഭയങ്കര വാഗ് ആയിട്ടുള്ള ഒരു ടേം ആണ്. നമ്മൾ അതിനെ സ്പെസിഫിക് ആയിട്ട് കണ്ടീഷൻഡ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നൊക്കെയാണ് യൂസ് ചെയ്യുക. ന്യൂട്രൽ സ്റ്റിമുലസ് ആണ് അടുത്ത ഓപ്ഷൻ. ന്യൂട്രൽ സ്റ്റിമുലസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. കണ്ടീഷനിങ്ങിന് മുന്നേ ഈ അസോസിയേഷൻ നടക്കുന്നതിന് മുന്നേ ഡോഗ് ഈ മെറ്റാലിക് കണ്ടെയ്നറിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ സലൈവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് അത് ന്യൂട്രൽ സ്റ്റിമുലസ് ആയിരുന്നു. ദെൻ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡാണ് ഇവിടെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. അതിനാണ് നാച്ചുറലി റെസ്പോൺസ് ഉണ്ടാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അതും ഇവിടെ റോങ് ആണ്. അപ്പോൾ ബാക്കി ഓപ്ഷൻസ് എല്ലാം ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ക്യാൻ മെഷർ ദ നീഡ് ഫോർ അച്ചീവ്മെന്റ്. ഇതിൽ ഏത് ടെസ്റ്റിനാണ് നമ്മുടെ അച്ചീവ്മെന്റ് നീഡിനെ മെഷർ ചെയ്യാൻ കഴിയുന്നത്? വെയ്സ് ഉണ്ട്, സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ് ഉണ്ട്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഉണ്ട്, MISIC ഉണ്ട്. ഏതൊക്കെയായിരിക്കും? ഏതിനായിരിക്കും? ഓക്കെ, നമുക്ക് ഓപ്ഷൻസ്. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് TAT ആണ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഇത് ആര് പ്രപ്പോസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആര് ഡെവലപ്പ് ചെയ്ത ടെസ്റ്റ് ആണെന്ന് അറിയോ? നമ്മുടെ ഹെൻറി മുരെ ഡെവലപ്പ് ചെയ്ത ടെസ്റ്റ് ആണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഴ്സണാലിറ്റി മോട്ടീവ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. അതാണ് നമ്മുടെ ഉള്ളിലുള്ള മോട്ടീവ്സും നീഡ്സും ഡ്രൈവ്സും ഒക്കെ റിവീൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം. സോ ഈ ഒരു ആസ്പെക്റ്റിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ്. ഡെവലപ്പ് ചെയ്തത് മുരെയാണ്. ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ അച്ചീവ്മെന്റ്, പവർ, മോട്ടിവേഷൻ, അതുപോലെ അഫിലിയേഷൻ ഒക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് അൺകോൺഷ്യസ് നീഡ്സിനെ അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ടും ഈ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് മറ്റു ഓപ്ഷൻസ് റോങ് ആയതെന്ന് ഇപ്പോ ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ടാവും അല്ലേ? എന്തുകൊണ്ടാണ്? ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നത് വെയ്സ് ആണ്, വെഷ്ലറിന്റെ അഡൾട്ട് ഇന്റലിജൻസ് സ്കെയില്. ഇവിടെ എന്താ മെഷർ ചെയ്യുന്നേ? ഇന്റലിജൻസ് ആണ്, മോട്ടിവേഷൻ അല്ല. സ്റ്റാൻഫോർഡ് ബിനെറ്റിന്റെ ടെസ്റ്റും ഇന്റലിജൻസ് ആണ് മെഷർ ചെയ്യുന്നത്. പിന്നെ
മാലിൻസ് ഇന്റലിജൻസ് സ്കെയിൽ ഫോർ ഇന്ത്യൻ ചിൽഡ്രൻ, അവിടെയും ഇന്റലിജൻസ് തന്നെയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത്, കറക്റ്റ് ആൻസർ വരുന്നത് TAT ആണ്. ഓക്കെ, തിയമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ് ഹെൻറി മുരെ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, all college students like ice cream. Sam is a college student, therefore Sam like ice cream. This type of reasoning is known as, ഇത് എന്ത് ടൈപ്പ് ഓഫ് റീസണിങ് ആണ്? കോളേജ് സ്റ്റുഡൻസിന് എല്ലാം ഐസ്ക്രീം ഇഷ്ടമാണ്, ഇതെന്താണ്? ഒരു ജനറൽ ടേം ആണ് അല്ലേ? സാം ഈസ് എ കോളേജ് സ്റ്റുഡന്റ്, therefore Sam like ice cream. ഇപ്പൊ എന്ത് ടൈപ്പ് ഓഫ് റീസണിങ് ആണ് ഇവിടെ നടന്നിട്ടുണ്ടാവുക? ജനറലിൽ നിന്ന് നമ്മൾ സ്പെസിഫിക്കിലേക്ക് വന്നതാണ്. അപ്പൊ ഏതായിരിക്കും? അതെ, ഡിഡക്റ്റീവ് റീസണിങ് ആണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. നോക്കാം. ഇവിടെ നമ്മുടെ ഈ ആർഗ്യുമെന്റ് ഒരു ജനറൽ ടു സ്പെസിഫിക് പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ ജനറൽ പ്രിമിസ് ആയിട്ട് പറയുന്നത് എന്താണ്? എല്ലാ കോളേജ് സ്റ്റുഡൻസിനും ഐസ്ക്രീം ഇഷ്ടമാണ്. ഇതിന്റെ സ്പെസിഫിക് പ്രിമിസ് എന്താണ്? സാം ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ്. അതിന്റെ കൺക്ലൂഷൻ എന്താണ്? അതുകൊണ്ട് തന്നെ സാമിന് ഐസ്ക്രീം ഇഷ്ടമാണ്. അപ്പോ ഡിഡക്റ്റീവ് റീസണിങ്ങിൽ എന്താണ്? പ്രിമിസസ് ട്രൂ ആണെങ്കിൽ നമ്മുടെ കൺക്ലൂഷനും ട്രൂ ആയിരിക്കണം. അപ്പോ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ലോജിക്കലി വാലിഡ് ആണെന്ന് കൂടെ പറയാൻ പറ്റും. അപ്പോ ഇവിടെ ഫോളോ ചെയ്യുന്നത് എന്താണ്? ഡിഡക്റ്റീവ് റീസണിങ് ആണ് അല്ലേ? ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മറ്റു ഓപ്ഷൻസ് നോക്കാം. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പെസിഫിക് കേസസിൽ നിന്ന് ഒരു ജനറൽ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചു പറയണം. സാമിന് ഐസ്ക്രീം ഇഷ്ടമാണ്, സാം ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ്, therefore എല്ലാ കോളേജ് സ്റ്റുഡൻസിനും ഐസ്ക്രീം ഇഷ്ടമാണെന്ന് പറയുകയാണെങ്കിൽ അതൊരു ഇൻഡക്റ്റീവ് റീസണിങ് ആയിരിക്കും. ഓക്കെ, ദെൻ അനലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ സിമിലാരിറ്റി ബിറ്റ്വീൻ ടു സിറ്റുവേഷൻസ് ഓർ ഒബ്ജക്ട്സ്. രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള സിമിലാരിറ്റി അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻസ് തമ്മിലുള്ള സിമിലാരിറ്റിന്റെ ബേസിലുള്ള റീസണിങ്ങിനെയാണ് നമ്മൾ അനലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്താണ് നമുക്ക് അറിയുന്നുണ്ടാവും അല്ലെ? അതൊരു സയന്റിഫിക് പ്രോസസ് ആണ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് ആണ്, ലോജിക്കൽ റീസണിങ് റിലേറ്റഡ് അല്ല. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡിഡക്റ്റീവ് റീസണിങ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഫിഫ്ത് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എന്താണ്? പെയിൻ സെൻസേഷൻസ് ഇൻ ദ സ്കിൻ, മസിൽസ് ആൻഡ് ജോയിന്റ്സ് ക്യാരിഡ് ഓൺ ലാർജ് നെർവ് ഫൈബേഴ്സ് ഈസ് നോൺ ആസ്. നമ്മുടെ സ്കിന്നിലും മസിൽസിലും ജോയിന്റ്സിലൊക്കെ വരുന്ന പെയിൻ സെൻസേഷൻസിന് നമ്മൾ എന്താ പറയാ? അത് ക്യാരി ചെയ്യുന്നത് ലാർജ് നെർവ് ഫൈബേഴ്സ് ആണ്. ആ ഒരു സെൻസേഷനെ നമ്മൾ എന്താണ് പറയാ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് സൊമാറ്റിക് പെയിൻ, വിസറൽ പെയിൻ, ഫാൻഡം ലിംബ് പെയിൻ, കൈനസ്തെറ്റിക് പെയിൻ. ഏതായിരിക്കും? സൊമാറ്റിക് പെയിൻ ആണ് അല്ലെ? നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ സെൻസേഷൻസിനെ നമ്മൾ സൊമാറ്റിക് പെയിൻ എന്നാണ് പറയാ. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് നോക്കാം. സൊമാറ്റിക് പെയിൻ ഉണ്ടാവുന്നത് നമ്മുടെ സ്കിൻസില്, മസിൽസില്, അതുപോലെ ബോൺസ്, ജോയിന്റ്സ് ഇതൊക്കെയാണ്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ലാർജ് മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ആണ്. ഇത് വെൽ ലോക്കലൈസ്ഡ് ആണ്, അതുപോലെ തന്നെ ക്ലിയർലി ഡിഫൈൻഡും കൂടെയാണ്. എന്തുകൊണ്ടാണ് മറ്റു ഓപ്ഷൻസ് ഇൻകറക്റ്റ് ആയതെന്ന് കൂടെ നമ്മൾ ഇവിടെ നോക്കണം. നമ്മൾ ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെയിൻസ് കാണുമ്പോൾ അത് തമ്മിലുള്ള ഇത് ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ മേ ബി നെക്സ്റ്റ് ടേമിൽ ഇവര് ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് കൊണ്ടുവരാം. അപ്പോ ഓരോ ഓപ്ഷൻസും നമ്മൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. വിസറൽ പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന പെയിൻ ആണ്. അത് പുവർലി ലോക്കലൈസ്ഡ് ആണ്, അത് ക്യാരി ചെയ്യുന്നത് സ്മോളർ ഫൈബേഴ്സ് ആണ്. ഫാൻഡം ലിംബ് എന്ന് പറയുന്നത് നമ്മുടെ ആംബ്യൂട്ടേറ്റ് ചെയ്തിട്ടുള്ള ലിംബിൽ നിന്നും ഉണ്ടാവുന്ന പെയിൻ ആണ്. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ കാല് മുറിച്ചു മാറ്റിയ ഒരാൾക്ക് വീണ്ടും കാലില് പെയിന് വരുന്ന പോലെ ഫീൽ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാൻഡം ലിംബ് പെയിൻ എന്ന് പറയുന്നത്. കൈനസ്തെറ്റിക് പെയിൻ എന്ന് പറയുന്നത് അതൊരു സ്റ്റാൻഡേർഡ് പെയിൻ കാറ്റഗറിയിൽ പെട്ടതല്ല. കൈനസ്തീഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻസ് ഓഫ് മൂവ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ സെൻസിനൊക്കെ നമ്മൾ പറയുന്നതാണ് കൈനസ്തെറ്റിക് ഓർ കൈനസ്തേഷ്യ എന്നുള്ളത്. അത് പെയിൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം അല്ല. അപ്പൊ സൊമാറ്റിക് പെയിൻ ആണ് നമ്മുടെ സ്കിന്നിലും മസിൽസിലും ബോൺസിലും ജോയിന്റ്സിലും ഒക്കെ അവിടെ നിന്നൊക്കെ അറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. The meaningful interpretation of sensation is known as.
അറ്റൻഷൻ, ഇമോഷൻ, സ്റ്റിമുലേഷൻ ആൻഡ് പെർസെപ്ഷൻ. ഇതിൽ ഏതാണ് നമ്മുടെ സെൻസേഷന്റെ മീനിങ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സെൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ സെൻസ് ഓർഗൻസ് വഴി നമ്മൾ എൻവയോൺമെന്റിൽ നിന്ന് ഫിസിക്കൽ സ്റ്റിമുലസിനെ അക്വയർ ചെയ്യാണ് അല്ലേ? അപ്പൊ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? പെർസെപ്ഷൻ ആണല്ലേ? ഓക്കെ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ആൻഡ് മീനിങ് ഇന്റർപ്രറ്റിംഗ് സെൻസറി ഇൻഫോർമേഷൻ റിസീവ്ഡ് ഫ്രം ദ എൻവയോൺമെന്റ്. നമ്മൾ എൻവയോൺമെന്റിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുള്ള സെൻസറി ഇൻഫോർമേഷനെ ഓർഗനൈസ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സെൻസറി റിസെപ്റ്റേഴ്സ് വഴി സ്റ്റിമുലസിനെ ഡിറ്റക്ട് ചെയ്യുകയാണ്. അതിന് മീനിങ് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അറ്റൻഷനും പെർസെപ്ഷനും നിങ്ങൾക്ക് ഇവിടെ മാറിപ്പോവരുത് കേട്ടോ. അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെലക്ടഡ് സ്റ്റിമുലിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിനെയാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അഫക്റ്റീവ് സ്റ്റേറ്റ് ആണല്ലേ? നമ്മുടെ ഫീലിങ്സും ഫിസിയോളജിക്കൽ അറോസലും ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു അഫക്റ്റീവ് സ്റ്റേറ്റ് ആണ് ഇമോഷൻ. ദെൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കൽ എനർജി കാരണം നമ്മുടെ സെൻസറി റിസെപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആവുന്നതിനെയാണ് നമ്മൾ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് പെർസെപ്ഷൻ ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നെയിം ദ ഫിനോമിന ഇൻ വിച്ച് ദ യൂസ് ഓഫ് പ്രോസസിംഗ് നോളജ് ടു ഓർഗനൈസ് ഇൻഡിവിജ്വൽ ഫീച്ചേഴ്സ് ഇൻ ടു എ യൂണിഫൈഡ് ഹോൾ. എന്താണ്? ഇൻഡിവിജ്വൽ ഫീച്ചേഴ്സ് യൂസ് ചെയ്ത് യൂണിഫൈഡ് ഹോൾ ആക്കി മാറ്റുന്ന ഫിനോമിനനെ പറയുന്ന പേരെന്താണ്? ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് ഉണ്ട്, ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് ഉണ്ട്, ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് ഉണ്ട്, പാരലൽ പ്രോസസ്സിംഗ് ഉണ്ട്. ഏതായിരിക്കും? ഒബ്വിയസ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ് അല്ലേ? ഇവിടെ ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ മുന്നിൽ നിങ്ങളിപ്പോ സ്ക്രീന് കാണുമ്പോൾ ഇവിടെ എന്താണ്? നിങ്ങളുടെ മുന്നിൽ ഒരു PPT ഉണ്ട് ആൻഡ് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, മുന്നിൽ കുറെ ലെക്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള സിംഗിൾ ഇൻഡിവിജ്വൽ ഫീച്ചേഴ്സിനെയാണ് ആദ്യം പ്രോസസ് ചെയ്യുക. ഈ സിംഗിൾ ഇൻഡിവിജ്വൽ ഫീച്ചേഴ്സിനൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു യൂണിഫൈഡ് ഹോൾ ആയിട്ട് ഇത് മൊത്തത്തിൽ എന്താണെന്ന് മനസ്സിലാക്കുക ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോട്ട് ചെയ്ത് അത് ബിൽഡ് ചെയ്ത് അതിന്റെ ഹോൾ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ടോപ്പ് ഡൗൺ? ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ മുന്നേ ഉള്ള നോളജും എക്സ്പെക്ടേഷൻസും എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന സെൻസറി ഇൻഫോർമേഷനെ ഇന്റർപ്രറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു ഫിനോമിനല് നമ്മുടെ ബ്രെയിൻ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളജ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു യൂണിഫൈഡ് ഹോൾ ആയിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ സെൻസറി ഫീച്ചേഴ്സ് വെച്ച് ബിൽഡ് ചെയ്ത് നമ്മുടെ പെർസെപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ്. ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് തിയറി. ഇതിൽ നമ്മൾ എത്രത്തോളം ഡെപ്തിലാണോ ഇൻഫോർമേഷൻസ് പ്രോസസ് ചെയ്യുന്നത് അത്രത്തോളം അത് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിൽ പറയുന്നത്. പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റിമുലസിനെ അറ്റ് എ ടൈം പ്രോസസ് ചെയ്യുന്നതിനാണ് നമ്മൾ പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മുന്നിലൊരു റെഡ് കാറ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കാറിന്റെ കളർ, ഷേപ്പ്, മോഷൻ ഇതെല്ലാം ഒരേ സമയം ഇന്റർപ്രറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോസസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ബേസ്ഡ് ഓൺ ഒപ്പറന്റ് കണ്ടീഷനിങ്. ഇതിൽ ഒപ്പറന്റ് കണ്ടീഷനിങ്ങിൽ വരുന്നത് ഏതൊക്കെയാണ്, ഏതൊക്കെ ടെക്നീക്സ് ആണെന്നുള്ളതാണ്. റിമാർക്ക് പ്രിൻസിപ്പിൾ, aversion therapy, systematic desensitization, sensory preconditioning, contingency management and token economy. നമുക്ക് 6 ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ ഏതൊക്കെയാണ് operant conditioning റിലേറ്റഡ് ആയിട്ട് വരുന്നത്? ഏതൊക്കെയാണ്? 1, 5 and 6 ആണല്ലേ. 1 Primark principle, 5th one വരുന്നത് contingency management, then token economy. നമുക്ക് ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. Operant conditioning ഡെവലപ്പ് ചെയ്ത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ആരാണ്? BF സ്കിന്നർ ആണല്ലേ. നമ്മുടെ ഇവിടെ പറയുന്നത് ലേണിംഗ് എന്നുള്ള പ്രോസസ് ഉണ്ടാവുന്നത്
റീൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും കാരണമാണ് നമ്മുടെ ബിഹേവിയർ, അതിന്റെ കോൺസിക്വൻസ് ആണ് നമ്മുടെ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഒപ്പറന്റ് കണ്ടീഷനിങ്ങിൽ സ്കിന്നർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒപ്പറന്റ് കണ്ടീഷനിങ് പ്രകാരം ഏതൊക്കെയാണ് അതിന്റെ ടെക്നിക്സ് എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നത് പ്രിമാർക്ക് പ്രിൻസിപ്പിൾ ആണ്. ഈ പ്രിമാർക്ക് പ്രിൻസിപ്പിളിനെ നമ്മൾ ഗ്രാൻഡ് മാസ് റൂൾ എന്നും പറയും. നമുക്കൊരു ലെസ് പ്രിഫേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിനെ ഒരു മോർ പ്രിഫേർഡ് ആയ ആക്ടിവിറ്റി വെച്ച് റീഇൻഫോഴ്സ് ചെയ്യുന്നതിനെയാണ് പ്രിമാർക്ക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇൻ സിംപ്ലർ ടേംസ്, ഇപ്പോൾ നമ്മൾ പഠിക്കുക, സ്റ്റഡി ചെയ്യുക എന്നുള്ളത് ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ലെസ് പ്രിഫേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിരിക്കും. അപ്പോൾ ഈ ലെസ് പ്രിഫേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിനെ ഒരു മോർ പ്രിഫേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി വെച്ച് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ, പഠിക്കുക എന്നുള്ളത് ലെസ് പ്രിഫേർഡ് ആണ്, പഠിച്ചു കഴിഞ്ഞാൽ ടി വി കാണാം എന്നുള്ളത് ഈ കുട്ടിക്ക് മോർ പ്രിഫേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ടി വി കാണുക എന്നുള്ളത്. അപ്പോൾ ടി വി കാണാൻ വേണ്ടി ഈ കുട്ടി ലെസ് പ്രിഫേർഡ് ആയിട്ടുള്ള സ്റ്റഡിങ്ങിൽ ഇൻവോൾവ്ഡ് ആവും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ചോക്ലേറ്റ് തരാം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ വീട്ടിലും കോമൺ ആയി യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് പ്രിമാർക്ക് പ്രിൻസിപ്പിൾ. ചെറിയ കുട്ടികൾ വീട്ടിലുള്ളവർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, ഇനി കോണ്ടിൻജൻസി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ്സും പണിഷ്മെന്റ്സും ഒക്കെ സിസ്റ്റമാറ്റിക്കലി യൂസ് ചെയ്യുന്നതിനെയാണ് കോണ്ടിൻജൻസി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോണ്ടിൻജൻസി മാനേജ്മെന്റിൽ നമുക്ക് മറ്റൊരാളുമായിട്ട് ഒരു എഗ്രിമെന്റ് പോലെ ഡെവലപ്പ് ചെയ്ത് വെക്കാം. ഇപ്പൊ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ പ്രോസസ്സിൽ ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ ഇന്ന് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിച്ചാൽ ഞാൻ എനിക്ക് തന്നെ ഒരു ചോക്ലേറ്റ് വാങ്ങി കൊടുക്കും. അതൊക്കെ കോണ്ടിൻജൻസി മാനേജ്മെന്റിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ഓപ്ഷൻ 6 വരുന്നത് ടോക്കൺ എക്കോണമി ആണ്. ടോക്കൺ എക്കോണമി നമ്മൾ ക്ലാസ് റൂംസിലൊക്കെ യൂസ് ചെയ്യുന്ന സിസ്റ്റം ആണ്. ഇപ്പോൾ ക്ലാസ്സിൽ നന്നായി പഠിച്ചു വന്ന കുട്ടിക്ക് ഒരു സ്റ്റാർ കൊടുക്കുക. അങ്ങനെ നമുക്ക് ടോക്കൺസിന് റീൻഫോഴ്സേഴ്സ് ആയിട്ട് കൊടുക്കുക. ദെൻ സ്റ്റാർ കിട്ടിയ കുട്ടിക്ക് ടീച്ചർ ആഴ്ചയിലൊരിക്കൽ ഒരു ചോക്ലേറ്റ് കൊടുക്കുക. അതാണ് നമ്മുടെ ടോക്കൺ എക്കോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റു ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു നോക്കാം. അവേർഷൻ തെറാപ്പിയാണ് ഫസ്റ്റ് വന്നത്. അവേർഷൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റിമുലസിനെ അൺപ്ലസന്റ് റെസ്പോൺസുമായിട്ട് പെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കൂടുതലായിട്ടും റീഹാബിലിറ്റേഷനിലൊക്കെയാണ് നമ്മൾ ഈ അവേർഷൻ തെറാപ്പീസ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആൽക്കഹോൾ ഒരുപാട് കൺസ്യൂം ചെയ്യുന്ന ഒരാള്, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് ഉള്ള ഒരാള്, അവർ ഈ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ നോസിയ ഉണ്ടാക്കുന്ന ഒരു ടാബ്ലറ്റോ അല്ലെങ്കിൽ റിലേറ്റഡ് എന്തെങ്കിലും ഒരു ഐറ്റംസ് അവർക്ക് കൊടുക്കുക. ഈ ആൽക്കഹോൾ ഡ്രിങ്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവര് വൊമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു അൺപ്ലസന്റ് റെസ്പോൺസുമായിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചീത്ത ബിഹേവിയറിനെ നമ്മൾ പെയർ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഫ്യൂച്ചറിൽ ഇയാൾക്ക് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഹി വിൽ അസോസിയേറ്റ് ഇറ്റ് വിത്ത് വൊമിറ്റിംഗ്. ഓക്കെ, അങ്ങനെ ആ ബിഹേവിയർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ അസോസിയേഷൻ ആണ് ചെയ്യുന്നത്. ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ബേസ്ഡ് ആണ് കേട്ടോ. പിന്നെ വരുന്നത് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ആണ്. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പേടിയുള്ള ഒരു കാര്യം, ഇപ്പോ എനിക്ക് പട്ടിയെ പേടിയാണ്, ഡോഗിനെ പേടിയാണ്. ആ ഒരു സമയത്ത് ആ ഒരു പേടി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഗ്രാജുവൽ എക്സ്പോഷർ കൊടുക്കും. വീണ്ടും വീണ്ടും ഈ ഒരു ഡോഗിനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അതിനോടൊപ്പം തന്നെ റിലാക്സേഷൻ ടെക്നിക്കും കൂടെ കൊടുക്കും. അങ്ങനെ ആ പേടി മാറ്റാൻ പറ്റും. അതും ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കാണ്. പിന്നെ വരുന്നത് സെൻസറി പ്രീ കണ്ടീഷനിങ് ആണ്. സെൻസറി പ്രീ കണ്ടീഷനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ന്യൂട്രൽ സ്റ്റിമുലിനെ തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെൻസറി പ്രീ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻസ് എല്ലാം ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് തിയറിസ്റ്റ് ഡിഡ് നോട്ട് പ്രപ്പോസ് മോർ ദാൻ വൺ ഫാക്ടർ ഓഫ് ഇന്റലിജൻസ് ഇൻ ഹിസ് തിയറി? ഇതിൽ ആരാണ് ഒന്നിൽ കൂടുതൽ ഇന്റലിജൻസ് ഫാക്ടേഴ്സിന് അയാളുടെ തിയറിയിൽ പ്രപ്പോസ് ചെയ്യാത്ത ആള്? അപ്പോൾ ബേസിക് ആയിട്ടുള്ള തിയറിസ്റ്റുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സ്റ്റേൺബർഗ് ഉണ്ട്, ഗാർഡനർ ഉണ്ട്, ബിനെ ഉണ്ട്, ദെൻ സ്പിയർമാൻ ഉണ്ട്. അപ്പൊ ഇതിലെ ഓരോരുത്തരുടെയും തിയറീസ് എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും അവര് ഒരു ഫാക്ടർ യൂസ് ചെയ്തിക്കണോ അതോ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്.
ആരാണ്? ബിനയാണല്ലേ? ഓക്കെ, നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ബിനെ നമ്മുടെ ഇന്റലിജൻസിന് ഒരു സിംഗിൾ ഗ്ലോബൽ കപ്പാസിറ്റി ആയിട്ടാണ് കണ്ടിരുന്നത്. അവിടെ ജഡ്ജ്മെന്റും റീസണിങ്ങും പ്രോബ്ലം സോൾവിംഗ് ഒക്കെ വരുന്ന ഒരു ഗ്ലോബൽ കപ്പാസിറ്റി ആയിട്ടാണ് നമ്മുടെ ഇന്റലിജൻസിനെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഇന്റലിജൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ഫാക്ടേഴ്സ് ആക്കി മാറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ സ്റ്റേൺബർഗിന്റെ തിയറി ഏതായിരുന്നു? ട്രയാർക്കിക് തിയറി ആണല്ലേ? അവിടെ നമുക്ക് അനലിറ്റിക്കൽ ഇന്റലിജൻസ്, ക്രിയേറ്റീവ് ഇന്റലിജൻസ്, പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ഒക്കെ ഉണ്ടായിരുന്നു. മോർ ദാൻ വൺ ഫാക്ടർ ഉണ്ട്. അതുപോലെ തന്നെ ഗാർഡ്നറിന്റെ തിയറി ഏതായിരുന്നു? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആയിരുന്നു. അത് ആ തിയറിയുടെ പേരിൽ തന്നെ ഉണ്ട് അവിടെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം. അവിടെ നമുക്ക് ലിംഗ്വിസ്റ്റിക്, ലോജിക്കൽ, മ്യൂസിക്കൽ, നാച്ചുറൽ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പിയർമാന്റെ തിയറിയാണ് ഉള്ളത്, സ്പിയർമാൻസ് 2 ഫാക്ടർ തിയറി. അവിടെ സ്പിയർമാന് ചീഫ് ഫാക്ടറിനെയും എസ് ഫാക്ടറിനെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയും ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ബിനയാണ് കേട്ടോ. അപ്പോ ഈ ക്വസ്റ്റ്യനും ക്ലിയർ ആയി എന്ന് കരുതുന്നു. ദെൻ 10th ക്വസ്റ്റ്യൻ, our ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A salesman earns 5,000 rupees as an incentive for every car sold by him. Which type of reinforcement schedule is this? ഒരു സെയിൽസ്മാന് അയാള് സെല് ചെയ്ത കാറുകൾക്കൊക്കെ ആയിട്ട് ഒരു 5,000 rupees കിട്ടുമായിരുന്നു. ഇത് ഏത് ടൈപ്പ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും? ഫിക്സഡ് റേഷ്യോ ആണല്ലേ? ഫിക്സഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മള് ഏതെങ്കിലും ഒരു ഫിക്സഡ് നമ്പർ അസൈൻ ചെയ്യുക, ആ നമ്പർ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക. അപ്പൊ ഇവിടെ ഉള്ള നമ്പർ ഏതാണ്? 1. അപ്പോൾ ഒരു കാർ വിറ്റിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് 5,000 രൂപ റീഇൻഫോഴ്സ്മെന്റ് കിട്ടും. ഇത് ഫിക്സഡ് റേഷ്യോ ആണ്. അപ്പോൾ നോക്കാം. ഫിക്സഡ് റേഷ്യോ ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റിൽ പറയുന്നത് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് റെസ്പോൺസിന് ശേഷം ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ ഓരോ സെയിലും ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഇൻസെന്റീവ് ആണ് നമ്മുടെ ഈ ഒരു സെയിൽസ്മാന് കൊടുക്കുന്നത്. അപ്പോ ഇവിടെ എന്താണ് റീഇൻഫോഴ്സ്മെന്റ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? എത്ര കാറ് സെല് ചെയ്തു എന്നുള്ളതാണ്. എത്ര ടൈമിന്റെ ഉള്ളിൽ എത്ര കാറ് എന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫിക്സഡ് റേഷ്യോ ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഇനി മറ്റ് ഓപ്ഷൻസും കൂടെ നോക്കാം. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് ടൈം പീരീഡിന് ശേഷം റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മന്ത്ലി സാലറി കിട്ടുന്നത് പോലെ കറക്റ്റ് ആ 30 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സാലറി കിട്ടുള്ളൂ. അതാണ് ഫിക്സഡ് ഇന്റർവെൽ. വേരിയബിൾ ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് വേരിയിങ് ടൈം ഇന്റർവെൽസിൽ കൊടുക്കാം. ഫിക്സഡ് ഇന്റർവെല്ലിന്റെ ഓപ്പോസിറ്റ്. വേരിയബിൾ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ അൺപ്രഡിക്റ്റബിൾ നമ്പർ ഓഫ് റെസ്പോൺസസ് കാണിച്ചതിന് ശേഷം റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള മെത്തേഡ് വേരിയബിൾ റേഷ്യോ ആണ് കേട്ടോ. ഒന്ന് മനസ്സിൽ വെക്കാം. ഇപ്പോൾ നമ്മൾ ഗാംബ്ലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് വേരിയബിൾ റേഷ്യോ ആണ്. ഇപ്പോൾ ഇതിൽ കിട്ടിയില്ലെങ്കിൽ മേ ബി അടുത്തതിൽ കിട്ടിയാലോ എന്ന് കരുതി നമ്മൾ വീണ്ടും ഗാംബ്ലേഴ്സ് ഈ ഒരു ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യും അല്ലേ? അത് വേരിയബിൾ റേഷ്യോ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്ന കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഫിക്സഡ് റേഷ്യോ ആണ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെയിൽസ്മാന് ഒരു കാർ വിറ്റ് കഴിഞ്ഞാൽ 5,000 രൂപ കിട്ടുന്നു ഇൻസെന്റീവ്. അത് ഏത് ടൈപ്പ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആണെന്നുള്ളതായിരുന്നു. ഫിക്സഡ് റേഷ്യോ ആണ്. അപ്പോ ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിട്ടുള്ളത്. താങ്ക് യു. നമ്മൾ ഇനിയും വരുന്ന വീഡിയോസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും അതിന്റെ ഓപ്ഷൻസും എല്ലാം മനസ്സിലാക്കി വെക്കുക. ക്ലാസ്സസ് ഒക്കെ ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, താങ്ക് യു. ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ.